ഹായ് കൂട്ടുകാരെ, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ. ഞാനിന്നിവിടെ പച്ചമാങ്ങ കൊണ്ടുള്ള ഒരു ഡിഷാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ പച്ചമാങ്ങ കൊണ്ടുള്ള ഡിഷ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു ഡിഷ് തയ്യാറാക്കാനായിട്ട് 2 പച്ചമാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. പച്ചമാങ്ങ ഇപ്പോൾ എല്ലാ വീട്ടിലും ധാരാളമുണ്ട്. അതുകൊണ്ട് ഇതുപോലെ തന്നെ എല്ലാവരും ഒന്ന് തയ്യാറാക്കണം. ഞങ്ങളുടെ വീട്ടിലുള്ള മാങ്ങയാണിത്. ഇത് രണ്ടും തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ 2 മാങ്ങയുടെയും തൊലി കളഞ്ഞെടുത്തു. ഇനി നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇത് നല്ല വിളഞ്ഞ മാങ്ങയാണ്. അധികം പുളിയൊന്നുമില്ല ഈ മാങ്ങയ്ക്ക്. മാങ്ങ കൊണ്ട് ഒരുപാട് വിഭവങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റും. ഇത് നമുക്ക് ഈ ഒരു നീളത്തിന് ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കണം. 4-5 പീസാക്കി ഓരോ ഇതും അരിഞ്ഞെടുക്കാം. 2 മാങ്ങയും ഇതുപോലെ അരിഞ്ഞെടുത്തു. ഇനി ഒരു പാനിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തിളച്ചു നന്നായിട്ട്. ഇതിലേക്ക് നമുക്കിനി അരിഞ്ഞു വച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. മാങ്ങ കഷ്ണങ്ങൾ ചേർത്തിട്ട് നമുക്കിതൊന്ന് അതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് തിളച്ച് വരണം. നല്ലതുപോലെ വേവണം. ഇത് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. തിളച്ച് വരുന്നുണ്ട്. ഇതിങ്ങനെ തിളച്ച് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് 3-4 പച്ചമുളക് നീളത്തിന് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു കഷ്ണം ഇഞ്ചി നീളത്തിന് അരിഞ്ഞതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. വെന്ത് വരുന്നുണ്ട്. ചെറിയ പാത്രമായതുകൊണ്ട് ഇളക്കാൻ പാടാണ്. അതുകൊണ്ടാണ് 2 തവി വെച്ച് ഇളക്കി കൊടുക്കുന്നത്. നമുക്കിതിലേക്ക് വെളുത്തുള്ളി നീളത്തിന് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. മാങ്ങയൊക്കെ വെന്ത് വരുന്നുണ്ട്. 2-3 വറ്റൽമുളക് പൊടി നീളത്തിന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു നുള്ളു ഉപ്പുപൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഇളക്കാം. നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കാം. ഇത് നമുക്ക് തുറന്നിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. പഞ്ചസാര ലായനി വറ്റുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കണം. മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ മാങ്ങയൊക്കെ ഉള്ളതുകൊണ്ട് ഇതേപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഞാൻ ഇതിലേക്ക് കുറച്ച് മധുരമേ ചേർത്തിട്ടുള്ളൂ. കൂടുതൽ മധുരം വേണമെങ്കിൽ ചേർക്കാം. കുട്ടികൾക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പഞ്ചസാര സിറപ്പും വെള്ളവുമൊക്കെ വറ്റി വന്ന് പാകത്തിന് വെന്ത് കിട്ടി. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ തയ്യാറാക്കിയ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചു നോക്കണം. ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.